ഹായ്, ഗുഡ് മോർണിംഗ്. എസ് വി അരുളയിലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയവും നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് റൈസ് ചെയ്തുകൊണ്ട് വന്ന കണക്ക് ശബരിമല തന്ത്രി പോറ്റി ആ ഒരു നെറ്റ്വർക്കിനെതിരെ തന്നെയാണ്. അതിനെന്നൊരു ഉദാഹരണം നിങ്ങളോട് പറയാനുള്ളത്, രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹിന്ദു 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ബ്രാഹ്മൺ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയോ? പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. അതായത് ശബരിമല തന്ത്രി കുടുംബമാണ്. എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല, കുറേയേറെ പേർക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരർ മോഹനർ, കണ്ഠരർ മഹേഷ് മോഹനർ തുടങ്ങി അതിൽ അവരുടെ ഒരു സഹോദരിയുടെ മകനാണ്. അതായത് ഈ കണ്ഠരർ മോഹനരുടെ സഹോദരിയുടെ മകനാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. ആ ബ്രാഹ്മണിക്കൽ കുടുംബം സമൂഹത്തിന്റെ മുന്നിൽ, നിങ്ങൾക്കൊരു ബ്രാഹ്മൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തന്ത്രി പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മൾ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യരാണ്. അത്രമാത്രം സഹാനുഭൂതിയുള്ള അല്ലെങ്കിൽ അത്രമാത്രം അനുകമ്പയുള്ളവരെന്നാണ്. ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ എന്തിനാണ് നേരെ ജയിലിലേക്ക് പോയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാട്ടിൽ ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതിൽ ശരിയാണോ തെറ്റാണോ, ആ കേസിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് കോടതിയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടം അവരോട് സംസാരിച്ച കാര്യങ്ങളുടെ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നു. പക്ഷെ ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ബ്രാഹ്മണനായിട്ടുള്ള വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത്, ഫൈസൽ എന്നാണ് തോന്നുന്നത് അയാളുടെ പേര്, ഒരു ബസ്സിനകത്ത് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തിരുന്നതിന് ശേഷം സ്വന്തം ഈ സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം എടുത്ത് കാട്ടിയതിനെ ആ പെൺകുട്ടി ഫോട്ടോഷൂട്ട് നടത്തി ആ പെൺകുട്ടിയോടും, അതായത് ഏതൊരു സ്ത്രീക്കും ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീയായിട്ട് അവർ ആ വിഷയത്തെ ഉയർത്തിക്കാട്ടി ബസ്സിൽ നിന്ന് ഇയാളെ ഇറങ്ങി ഓടിക്കളയുന്ന ദൃശ്യം വന്നു. അത് വലിയ ചർച്ചയായി. ഇയാളെ പോലീസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അയാളെ പൂമാലയിട്ട് സ്വീകരിക്കാനും മെൻസ് കമ്മീഷൻ എന്ന പേരിൽ അയാൾക്ക് ആദരവ് അർപ്പിക്കാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വളരെ വിശാല ഹൃദയനാണ് തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആര്യ ബ്രാഹ്മണൻ എന്ന് സ്വയം അവകാശപ്പെടുന്നത്. ഈ ആര്യ ബ്രാഹ്മണനും ആന്ധ്രയിൽ നിന്ന് കുടിയേറിയവന്മാർക്ക് കേരളത്തിൽ എന്ത് കാര്യം എന്നൊക്കെ ഈ നാട് ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്. ഈ മണിയടി വിദഗ്ധന്മാരാണ് ഇവന്മാരെല്ലാം. കയ്യിലുള്ള ആ സാധനം വെച്ചിട്ട് എവിടെയാണ് അധികാരങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് വരേണ്ടത്, പണ്ട് രാജാക്കന്മാരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലൂടെ അധികാര കസേരകളിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്നതിനപ്പുറം ഇവർ അത്രമാത്രം സഹാനുഭൂതിയൊന്നും അല്ല. നിങ്ങൾ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ മതി. ഈ രീതിയിലൊക്കെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിലും ഏത് സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്ത് മറ്റുള്ളവരെ മുന്നിൽ വിദഗ്ധമായി വാക്ചാതുര്യത്തോടു കൂടി അഭിനയിക്കാൻ കഴിയൂ. അവരെല്ലാം ഈ നാട്ടിൽ ഈ ബ്രാഹ്മണിക്കൽ ആണ്, അവർ ബ്രാഹ്മിൺസ് ആണെന്ന് കൂടി ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത സ്വീകാര്യത നമ്മുടെ സമൂഹം കൊടുക്കും. കാര്യം അങ്ങനെ ഒരു വിധേയപ്പെടലുണ്ട്. ആ വിധേയപ്പെടലിന്റെ ആനുകൂല്യം വെച്ചിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ ഇയാൾ ഇറങ്ങും. പിന്നീട് മുകേഷ് നായരെ ന്യായീകരിക്കാൻ ഇറങ്ങും, ദിലീപിനെ ന്യായീകരിക്കാൻ ഇറങ്ങും, ഫൈസലിനെ പോലുള്ള പെണ്ണുപിടിയന്മാരെ ന്യായീകരിക്കാൻ ഇറങ്ങും. അങ്ങനെ ഈ നാട്ടിൽ പക്ഷെ എല്ലാവരുടെയും കാര്യമില്ല. ഈ അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇയാൾ ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. കാശുള്ളവർക്ക് ഒപ്പം നിന്നുകൊണ്ട് സ്വന്തമായിട്ട് സാമ്പത്തികം മെച്ചപ്പെടുത്തുക, അതായത് ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഈ ഇതുപോലെ സമൂഹത്തിൽ പണക്കാരെ എല്ലാം സംരക്ഷിച്ച് നിർത്തി അവരൊപ്പം നിന്നൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ ഈസി ആയിട്ട് കിട്ടുകയല്ലേ. മുതലാളി അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പെണ്ണിനെ കയറി പിടിച്ചു. ആ പിടിച്ച കാര്യത്തിൽ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ ന്യായീകരിക്കാൻ ഒരു നാവ് കിട്ടുമ്പോൾ എന്ത് വേണോ കൊടുക്കും. അങ്ങനെ ഒരു വിടുപണി ചെയ്യാൻ പോലും മടിയില്ലാത്ത ഒരു ബ്രാഹ്മണനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കുക ഇവരുടെ പ്രവൃത്തി എന്താണ് എന്നതിന്റെ ഒരു സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ പറഞ്ഞു പതിപ്പിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇവരിലെ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവർത്തനം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉൾപ്പെടെ ഇവർ ഉണ്ടെങ്കിലും ഇവർ വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കാര്യം ഏറ്റവും കൂടുതൽ വിഷം മനസ്സിൽ പേറി ജീവിക്കുന്നവരാണ്. മനുഷ്യരുടെ സ്പ്ലിറ്റപ്പ് ആയിട്ട് ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇവർ എവിടെയെങ്കിലുമൊക്കെ, ഇപ്പൊ സകല പേരെയും കുറ്റം പറയുന്നില്ല, മനുഷ്യപക്ഷ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഉള്ള ചിലരെയൊക്കെ എനിക്കറിയാം. പക്ഷെ ഭൂരിപക്ഷം പേരും എന്താണ്, അഖില ലോക ഉടായ്പാണ്. നമ്മളടുത്ത് വളരെ മധുരം പുരട്ടുന്ന വാക്കുകളിൽ സംസാരിക്കും, വിനയാന്വിതരായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിറയെ വിഷമാണ്, അപരമത വിദ്വേഷമാണ്. പിന്നോക്ക വിഭാഗത്തിലെ ഹിന്ദുവിലെ തന്നെ മറ്റുള്ള കീഴാള വിഭാഗക്കാരായി ഇവർ മാറ്റിയത്. സാധാരണഗതിയിൽ മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെ പല കാറ്റഗറിയിലാക്കി മാറ്റിക്കഴിഞ്ഞു. ഞങ്ങളുടെ അധികാരം, ഒരു കാലത്ത് നിങ്ങൾ ആലോചിക്കുക, ഈ ജനാധിപത്യം വന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറെ മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്തായി പോയനെ. ഇവർക്ക് ഈ ഭൂമിയിൽ അധികാരമുണ്ടായിരുന്നു. എങ്ങനെ? രാജാവും രാജപരിവാരങ്ങളും രാജകൊട്ടാരത്തിലെ ഉപദേശകരായിട്ടും അവരുടെ താന്ത്രവിധികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പിന്നോക്കക്കാരന് വഴി നടക്കാൻ അവസ്ഥയില്ല.
ഹിന്ദുവാണ് അവനും. ആ ഹിന്ദുവിന് വഴി നടക്കാൻ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഇവിടെ പോരാടി നേടിയതാണ്. ഇവന്റെ ഒന്നും ഔദാര്യത്തിലൊന്നും അല്ല ഒന്നും ഉണ്ടാക്കിയത്. അപ്പോൾ എന്ത് ചെയ്തു? വിദഗ്ധമായിട്ട് സമൂഹത്തിലെ അധികാരം, ജനാധിപത്യം വന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പതിയെ ആ അധികാരം നിലനിർത്താൻ ഇവർ കണ്ടെത്തിയ ഒരു വഴിയാണ് വിശ്വാസങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ആ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ആൾക്കാരിലേക്ക് ഇവിടുത്തെ സകല വ്യവസ്ഥകൾക്കും അപ്പുറം അതീതരായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഈ വിശ്വാസ കച്ചവടക്കാരായി മാറുക എന്നുള്ളത്. അങ്ങനെയാണ് ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി അമ്പലങ്ങളെ എല്ലാത്തിനെയും ഇവരെല്ലാം കൂടി കുത്തകയാക്കി എടുത്തത്. രാജാവിന്റെ കീഴിൽ നിന്ന് രാജാവിന് മണിയടിച്ചുണ്ടാക്കിയതിനപ്പുറം ഇതാണ് ഇവരുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ശബരിമലയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അയ്യപ്പനോട് ഭയഭക്തി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു വിഗ്രഹത്തോടോ ആ സങ്കല്പത്തോടോ ഇവർക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ ഇവർ ഈ പ്രവൃത്തി ഒന്നും ചെയ്യത്തില്ല. ഈ പറയുന്ന രാഹുൽ ഈശ്വറൊക്കെ ഭയങ്കര വേദവും മന്ത്രമൊക്കെ പഠിച്ച ഒരാൾ മുറിവേറ്റ് കിടക്കുന്ന ഒരു സ്ത്രീയെ, ഇവർക്ക് സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മാത എന്നൊക്കെ പറഞ്ഞ് ഇവർ വിളിക്കുന്ന നാരീ പൂജ, നാരീ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ചിലരെയൊക്കെ ഈ ക്യാമറകൾക്ക് മുന്നിൽ ആദരിക്കുന്നതിനപ്പുറം ആണധികാരത്തിന് വേണ്ടി, അതായത് ഞങ്ങൾക്ക് മുകളിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീ പുരുഷനല്ലേ, ഷോൾഡർ ടു ഷോൾഡർ രണ്ടും ഒരു ഈക്വൽ ആണോ ഈ സമൂഹത്തിന്റെ മുന്നിൽ? എന്തിനാണ് അവരെ ചവിട്ടി താഴ്ത്തുന്നത്? എല്ലാ മേഖലകളിലും വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണമാണ് ഞാൻ. അവരും മനുഷ്യരാണ്, ഒരായുസാണ്, അവരും ജീവിക്കട്ടെ. അതിലെന്താണ് ഞാനാണ് ഇപ്പൊ ഈ ബ്രാഹ്മണിക്കൽ സംവിധാനമാണെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കേൾക്കാതെയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു അവകാശങ്ങളില്ലാതെയും അകത്തളങ്ങളിൽ ഇടുക, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പീഡിത വിഭാഗക്കാരാണ്, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. പിന്നെ എന്താണ്, അവർക്ക് യാതൊരു തരത്തിലും റൈറ്റുകളില്ലാതെ, ഒരു പരിഗണനയുമില്ലാതെ, അവരുടെ ശാരീരിക അവസ്ഥകളെ പോലും ഈ നാട്ടിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അതെല്ലാം അശുദ്ധിയായിട്ട് ചിത്രീകരിക്കുന്നവർ. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഇവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിപ്പോ അടച്ചധിക്ഷേപിക്കുന്ന അതിൻ്റെ അകത്തു നിന്നൊക്കെ ഇപ്പൊ EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള മഹാന്മാരൊക്കെ കടന്നു വന്നതിന് ശേഷമാണ് ഈ സമൂഹത്തിന് കുറെ എന്തുണ്ടാക്കാൻ പറ്റിയത്, മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ഭൂരിപക്ഷം പേർ ഈ അമ്പലങ്ങൾക്കകത്തെല്ലാം പതുങ്ങിയിരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘപരിവാറിനെ വളർത്തുന്നുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം പൊളിറ്റിക്സ് ഉണ്ട്, അതൊന്നും എതിർക്കില്ല. പക്ഷേ ഇവരെന്താണെന്ന് ഈ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വിഭാഗക്കാർ ഈ സമൂഹത്തിൽ അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല, അവരെ മുന്നിൽ കുമ്പിടേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നത് അതേ പ്രിവിലേജിൽ അവരോട് സംസാരിക്കാൻ പറ്റണം. കാര്യം നീ മനുഷ്യനാണ്. നിനക്ക് ജാതി വാലുണ്ടെന്ന് കരുതിയോ നീ ദൈവത്തിന്റെ ഏജന്റ് പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി എന്തോ നമ്മുടെ ഇടയിൽ നിന്നിട്ട് ഒരു ഏജന്റ് പണിയെടുത്ത് കമ്മീഷൻ അടിക്കുന്ന ഒരു ഏജന്റുകാരൻ, അത് തന്നെ നമുക്ക് ഇടനിലക്കാരൻ അല്ലെങ്കിൽ ദല്ലാളെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവരൊക്കെ എന്താണെന്ന് സമൂഹം മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വരനെ കണ്ടാൽ മതി. ഇവർ പുറമേ കാണിക്കുന്നതിനപ്പുറം ഈ അയ്യപ്പന്റെ കാര്യത്തിൽ നിങ്ങളെടുത്ത് നോക്കിയേ, രാഹുൽ ഈശ്വരനെ പോലെയല്ലേ നമ്മുടെ മുന്നിലെല്ലാം ആ അയ്യപ്പനെ സേവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ദാസനായി പ്രവർത്തിക്കുന്ന വ്യക്തി എല്ലാവരും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ എടുത്ത് വിറ്റ് പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പുറമെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നത് ഒരു നടനെയാണ് നിങ്ങൾ കാണുന്നത്. അതല്ല അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ മൾട്ടിപ്പിൾ സിൻഡ്രോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ മുന്നിൽ ഈ ഭയഭക്തി ബഹുമാനവും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഒരു ഉടുപ്പൂരലിന്റെ ചരിത്രം ഈ അടുത്ത കാലത്ത് നിങ്ങൾ ചർച്ച ചെയ്തു. എന്തിനാണ് ഉടുപ്പൂരൽ എന്ന് ബ്രാഹ്മണന്മാർ നിർബന്ധപൂർവ്വം ക്ഷേത്രങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് സെക്ഷൻ നമ്മുടെ നാട്ടിലുണ്ടായി. അതായത് പല തരത്തിലുള്ള മനുഷ്യർ ഇടകലർന്ന് ജീവിച്ചു തുടങ്ങിയ സമയത്ത് നിറങ്ങളിൽ വ്യത്യാസം വന്നു. ചിലർക്ക് ഇവരോളം നിറവുണ്ട്, പക്ഷേ ജാതി ചിലപ്പോൾ എന്തായിരിക്കില്ല, ബ്രാഹ്മണനല്ല. അപ്പോൾ ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആളാണോ എന്ന് പൂണൂലിട്ട് കണ്ടാലേ സംതൃപ്തി വരുള്ളൂ. അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ, അവരെ മാറ്റി നിർത്തി അവർക്ക് പ്രത്യേക സ്പേസ് കൊടുക്കാനാണ് ക്ഷേത്രങ്ങൾക്കകത്ത് ഉടുപ്പൂരാൻ. അതായത് ഞാൻ പറഞ്ഞു ഉടുപ്പൂരിന് എന്താണ്, ഇവർ ചൈതന്യം നെഞ്ചിനകത്ത് വരുമെന്നൊക്കെ പറഞ്ഞ പച്ച കള്ളങ്ങൾ പറയുന്നുണ്ട്. കാര്യം ആ ചൈതന്യം കൊടുക്കുന്ന വിഗ്രഹത്തിന്റെ സ്വർണ്ണം അടിച്ച് വിൽക്കണവന്മാരാണ് ആ വിഗ്രഹത്തിൽ നിന്ന് ചൈതന്യം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച നുണ ഇറക്കി വിടുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം അടിമുടി കാപട്യമാണ്. എന്താണോ രാഹുൽ ഈശ്വർ അതാണ് അതിനകത്തുള്ള ഭൂരിപക്ഷം പേരും നമ്മുടെ മുന്നിൽ വിദഗ്ധ നടന്മാരായിട്ട് അഭിനയിക്കുന്നു. അതുകൊണ്ട് തിരിച്ചറിയുക, ശബരിമല കുടുംബത്തിലെ ഒരുത്തനാണ് ഈ പുറത്തിറങ്ങി ഈ തെമ്മാടുത്ത ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രയും അധിക്ഷേപം പറയുന്നത്. അത് നേരത്തെ ഈ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പോയിട്ടുള്ള തന്ത്രി അറിയാലോ, ആ തന്ത്രിയുടെ മനോഭാവം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മുന്നിൽ കണ്ട തന്ത്രിയല്ല അയാൾ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അങ്ങനെ മൾട്ടിപ്പിൾ ക്യാരക്ടറുള്ള ഇവരെന്ന് പറഞ്ഞാൽ അടിമുടി ഉടായ്പാണെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ തിരിച്ചറിയണം. ഇവന്മാരുടെ ചൂഷണം, കച്ചവടം, ഇതിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം ഉണ്ടാകേണ്ട കാലമാണെന്ന് തറപ്പിച്ച് തന്നെ പറയുകയാണ്.